ഈ സൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യമേ പറയാം, ഇൻ്റഗ്രേഷൻ ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം ഇത് മുഴുവൻ കണ്ടാൽ മതി. കാരണം വീഡിയോ ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് സോൾവ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അല്ലാത്തവർ ഇൻട്രസ്റ്റിങ് ഭയങ്കര ബോറടിയാണ്, തീരെ പറ്റുന്നില്ലാത്തവർ കണ്ടു കഴിഞ്ഞാൽ ചാപ്റ്ററേ മടുത്തു പോകും, അത്രയും ലെങ്തിയാണ് ആൻസർ. ഓക്കെ, എന്തായാലും ടെക്സ്റ്റിലെ ലാസ്റ്റ് സോൾവ്ഡ് ക്വസ്റ്റ്യൻ ആണിത്. ഇൻ്റഗ്രൽ 0 to π/2 log sin x dx. ഓക്കെ, ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. പ്രോപ്പർട്ടി പറഞ്ഞാൽ P4 എന്ന പ്രോപ്പർട്ടിയാണ്. അതായത് 0 to a f(x) dxഉം 0 to a f(a-x) dxഉം ഈക്വൽ ആണത്. എക്സിന് പകരം a-x കൊടുത്തു കഴിഞ്ഞാലും വേരിയബിൾ കൊടുത്തു കഴിഞ്ഞാലും ഒരേ ഇൻ്റഗ്രലാണ് കിട്ടുക. അപ്പോൾ ഞാനിവിടെ a ആയിട്ടുള്ളത് π/2 ആണ്. അപ്പോൾ എന്ത് ചെയ്തു, 0 to π/2 log sin എക്സിന് പകരം a-x കൊടുത്തു. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയർ ട്രിഗണോമെട്രിയിൽ പഠിച്ചിട്ടുണ്ട് sin π/2 - x പറഞ്ഞു കഴിഞ്ഞാൽ cos x ആണ്. അപ്പോൾ ഞാൻ ഈ sin π/2 - x മാറ്റിയിട്ട് cos x എഴുതി കൊടുത്തു. ഓക്കെ, ഐ എന്ന പേരൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതൊക്കെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ sin π/2 - x cos x കൊടുത്ത് വേറെ ഒന്നും ചേഞ്ച് ചെയ്തില്ല. ഫസ്റ്റത്തേന് 1 എന്നും രണ്ടാമത്തേന് ഇതിന് 2 എന്നും പേര് കൊടുത്തു. നമ്മൾ മുമ്പ് പല ക്വസ്റ്റ്യനിലും ചെയ്ത പോലെ ഫസ്റ്റത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും ആഡ് ചെയ്യാം. അതായത് 1 + 2 ചെയ്ത് കഴിഞ്ഞാൽ i + i ലെഫ്റ്റ് സൈഡിൽ വരും. റൈറ്റ് സൈഡിൽ ഇൻ്റഗ്രൽ 0 to π/2 log sin x dx ആണ് ഫസ്റ്റത്തേലുള്ളത്. രണ്ടാമത്തേൽ ഇൻ്റഗ്രൽ 0 to π/2 log cos x dx ആണ് വരുന്നത്. ഓക്കെ, i + i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2i ആണ്, അതവിടെ എഴുതി കൊടുത്തു. പിന്നെ രണ്ട് ഇൻ്റഗ്രൽ ലിമിറ്റുകൾ സെയിം ആയാൽ മാത്രമേ ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അല്ല ഇവിടെ 0 to π/2 0 to π ആണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ല. 0 to π/2 ആണ് ഇവിടെ 0 to π/2 ആണ്. അപ്പോൾ നമുക്ക് ലിമിറ്റിനകത്തുള്ള ഇൻ്റഗ്രൻ്റ് രണ്ടിൻ്റെയും ജസ്റ്റ് ആഡ് ചെയ്യാം, log sin x + log cos x. പിന്നെ അടുത്തൊരു പ്രോപ്പർട്ടി ലോഗിൻ്റെത് log a + log b, log a × b ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ log ab = log a + log b തല തിരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. എന്തായാലും അത് ഇവിടെ അപ്ലൈ ചെയ്യാം. log a + log b എന്നുള്ള ഫോമാറ്റിലാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 2i തന്നെയാണ്, അതൊന്നും മാറ്റില്ല. 0 to π/2 log a b sin x × cos x. ഇനി അവിടെയും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ഞാൻ ഇത്രയും സബ്സ്റ്റിറ്റ്യൂഷൻസ് ലെഫ്റ്റ് സൈഡിൽ എഴുതിയതൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന പ്രോപ്പർട്ടീസോ ഇക്വേഷൻസ് ഒക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ sin x × cos x തന്നു. 2 sin x cos x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin 2x ആണ്. അപ്പോൾ വെറും sin x cos x എന്ന് പറഞ്ഞാലോ sin 2x/2 ആണ്. ഓക്കെ, ഈ 2-നോട് കൊണ്ടുപോകാലോ, ഈ 2-നോട് കൊണ്ടുപോയാലും. അപ്പോൾ ആ sin x cos x പകരം ഞാൻ sin 2x/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വേറെ ഒരു ചേഞ്ച് ഞാൻ വരുത്തിയില്ല. 2i ആണ് ലെഫ്റ്റ് സൈഡിൽ, 0 to π/2 log sin 2x ബ്രാക്കറ്റിനകത്താട്ടോ /2 dx all divided by 2 എന്ന് ബ്രാക്കറ്റിന് പുറത്ത് എഴുതി വയ്ക്കരുത്. അപ്പോൾ ഇത്ര ഞാൻ ചെയ്തു. ഓക്കെ, ആൻസർ ഇവിടെ എത്തി നിൽക്കുന്നുണ്ട്. ഇനി അടുത്തൊരു ലോഗിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. log a × b നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി log a/b ഫോമാറ്റ് അല്ലേ. log a/b എന്തായിരുന്നു, log a - log b ആയിരുന്നു. അപ്പോൾ log a/b, അപ്പോൾ log a - log b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും മാറ്റണ്ട, 2i തന്നെ. ഇൻ്റഗ്രൽ 0 to π/2 log a എന്ന് പറഞ്ഞാൽ sin 2x - log b എന്ന് പറഞ്ഞാൽ log 2, log a - log b. ഇനി നേരത്തെ പോലെ തന്നെ ഇവിടെ ഇൻ്റഗ്രൽ രണ്ട് ഇൻ്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. 2i = ഇൻ്റഗ്രൽ 0 to π/2 log sin 2x dx എന്ന് പറഞ്ഞൊരു ഇൻ്റഗ്രൽ മൈനസ് ഇൻ്റഗ്രൽ 0 to π/2 log 2 dx എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഇൻ്റഗ്രലും. ഓക്കെ, ഇനി ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഭയങ്കര സ്മൂത്തായി ചെയ്യുന്നവർ ഡയറക്റ്റായി ചെയ്തു പോയിക്കോ. ഞാൻ എന്തായാലും 2i = ഇതിന് i1 എന്നൊരു ഇൻ്റഗ്രലിൻ്റെ പേരും കൊടുത്തു, ഇതിന് i2 എന്ന് മറ്റൊരു ഇൻ്റഗ്രലിൻ്റെ പേരും കൊടുത്തു. ഇനി i1ഉം i2 സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് ആൻസർ ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് i1 എടുത്തു. i1 ആണ് കോംപ്ലിക്കേറ്റഡ്. ഇതിൽ സർപ്രൈസിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടർ വരുന്നുണ്ട്, ലാസ്റ്റ് പറയാം. ഇൻ്റഗ്രൽ 0 to π/2 log sin 2x dx, അതാണ് നമ്മൾ i1 ആയിട്ട്, അതായത് ഇതാണ് i1 ആയിട്ട് എടുത്തിട്ടുള്ളത്. ശരി, ഫസ്റ്റ് തന്നെ ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഞാനിത് ചെയ്തതിലൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ വെട്ടിക്കളഞ്ഞാണ്. ഞാൻ വിചാരിച്ച പ്രോപ്പർട്ടി ആയിരുന്നില്ല അപ്ലൈ ഉണ്ട്. ഇവിടെ പ്രോപ്പർട്ടി അപ്ലൈ അല്ല ആദ്യം വേണ്ടത്. ഓക്കെ, പരീക്ഷയ്ക്ക് ഇതൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഒക്കെ വരും, സ്വാഭാവികമാണ്. അപ്പോൾ എഴുതി പ്രാക്ടീസ് ചെയ്ത് പോവാം. ഓക്കെ, 0 to π/2 log sin 2x dxൻ്റെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട സബ്സ്റ്റിറ്റ്യൂഷനാണ്. അതായത് ഈ 2xന് എന്ത് കൊടുക്കാം, 2xന് ഒരു t എന്നോ u എന്നോ കൊടുക്കാം, ഏതെങ്കിലും ലെറ്റർ. 2xന് = t എന്ന് കൊടുത്തു. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 × എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആയതുകൊണ്ട് 2 dx = t dt എന്ന് കൊടുത്തു. ഓക്കെ, ടീൻ്റെ ഡെറിവേറ്റീവ് ഒരു 1 വരിക, അപ്പോൾ dt എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് dx അല്ലേ. അപ്പോൾ dx = dt/2. അപ്പോൾ ഞാൻ dxന് പകരം dt/2 എന്ന് കൊടുക്കും, 2xന് പകരം t എന്ന് കൊടുത്തു. എപ്പോഴും ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ നമ്മൾ ലിമിറ്റ് ഉണ്ടാവുമല്ലോ. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആണെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് ലിമിറ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം.
ഓക്കെ, അതായത് ഇവിടെ നിലവിലുള്ള ലിമിറ്റുകൾ ഏതൊക്കെയാണ്? 0യും π/2 ആണ്. അപ്പോൾ 0ൻ്റെ എക്സ് 0 ആകുമ്പോൾ പുതിയ വേരിയബിൾ ടി ആണല്ലോ. ടി എന്താവും? ടി എന്ന് പറഞ്ഞാൽ 2x ആണ്. അപ്പോൾ 2 × 0 0. എക്സിൻ്റെ മറ്റേ ലിമിറ്റ് ഏതാ? π/2. ഇത് എക്സിൻ്റെ ലിമിറ്റാണ്. നമ്മളിനി ടീൻ്റെ ലിമിറ്റിലേക്ക് മാറ്റാൻ പോകല്ലേ. അപ്പോൾ എക്സ് π/2 ആകുമ്പോൾ ടി എന്ന് പറഞ്ഞാൽ 2x ആണ്. അതായത് 2 × π/2 ആണ്, പൈ എന്ന് വരും. അപ്പോൾ പുതിയ ലിമിറ്റുകൾ 0യും πയും ആണ്. അത് വെച്ചിട്ട് ഈ 4 കാര്യങ്ങളും π/2, 0യും 2xഉം dx ഒക്കെ മാറ്റി എഴുതിയിട്ട് പുതിയ ഫോമാറ്റ് എഴുതാണ്. 0 മുതൽ പൈ വരെ, π/2 എന്നുള്ള പൈ ആയി മാറി. ലോഗ് സൈൻ 2xന് ടി എന്ന് കൊടുത്തു, dxന് dt/2 എന്ന് കൊടുത്തു. ഓക്കെ, ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി ഞാൻ വേറൊന്നും മാറ്റുന്നില്ല. ഈ 1/2 ഉള്ളിൽ ഇങ്ങനെ വെറുതെ കിടക്കുന്നുണ്ടല്ലോ, ആ 1/2 എടുത്ത് പുറത്തേക്ക് ഇടുക. വേറൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് വരും? I1 = 1/2 പുറത്ത് ഇൻ്റഗ്രൽ 0 to π log sin t dt എന്ന് വന്നു. ഓക്കെ, ഇനിയും നമ്മളൊരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാണ്. ഓക്കെ, P6 എന്ന വളരെ റെയറായിട്ട് യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്. അത് തലയിൽ കയറാനും ബുദ്ധിമുട്ടാണ്. എന്തായാലും ശ്രദ്ധിച്ചോളൂ. f(2a - x) ചെയ്യുമ്പോൾ f(x) കിട്ടുകയാണെങ്കിൽ, ഇത് കണ്ടീഷനാണ് പ്രോപ്പർട്ടി. f(2a - x) ചെയ്യുമ്പോൾ f(x) തന്നെ കിട്ടുകയാണെങ്കിൽ മാത്രം അപ്ലൈ ആവുന്ന പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അതായത് 0 to 2a f(x) dxന് നമുക്ക് എന്ത് ചെയ്യാം? 0 to a വരെ ചെയ്താൽ മതി. ഓക്കെ, 0 to 2a വരെ ചെയ്യുന്നതിന് പകരം 0 to a വരെ ചെയ്തിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, എപ്പോൾ മാത്രം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കി നോക്കാം. ഇവിടെ ഇൻ്റഗ്രൽ 0 to π അല്ലേ, അതായത് ഇത് 2a ആയിട്ട് എടുക്കാം. ഓക്കെ, അതായത് a ആയിട്ട് π/2, 2a ആയിട്ട് പൈയും. അതായത് 0 മുതൽ പൈ വരെ ചെയ്യുന്നതിന് പകരം 0 മുതൽ π/2 വരെ ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കാൻ പോവാം. ഓക്കെ, എന്നിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ കണ്ടീഷൻ ശരിയാവുന്നുണ്ടോ നോക്കണം. f(2a - x) എന്ന് പറഞ്ഞാൽ എന്താ? f(2a) എന്താ ഇവിടെ? പൈ അല്ലേ. f(π - x) ഇവിടെ f(x) ആയിട്ട് വരുന്ന ലോഗ് സൈൻ ടി അല്ലേ, അതായത് ലോഗ് സൈൻ π - x അല്ലേ. ഇവിടെ ടി എക്സ് ആവും, നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ലോഗ് സൈൻ എക്സിന് പകരം π - x കൊടുത്തു. അപ്പോൾ ലോഗ് സൈൻ π - x സൈൻ എക്സ് ആണ്, നമ്മൾ ട്രിഗണോമെട്രിയിൽ പഠിച്ചിട്ടുണ്ട്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്. ഓക്കെ, ലോഗ് സൈൻ എക്സ് എന്ത് വന്നു? ഫംഗ്ഷൻ തിരിച്ച് ലോഗ് സൈൻ എക്സ് തന്നെ വന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ ലിമിറ്റ് അല്ല ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ഓക്കെ, അതായത് ഇൻ്റഗ്രൽ 0 to π f(x) dx ചെയ്യുന്നതിന് പകരം 0 to π/2 f(x) dx ചെയ്തിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇത് നമുക്കിവിടെ അപ്ലൈ ചെയ്യാമല്ലോ. ഇത് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോവാം. 0 to π log sin t dt പകരം 0 to π/2 log sin t dt കാണും, എന്നിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ആ 2 പുറത്തുണ്ടാവുമല്ലോ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തതിന് ശേഷം. ഇനി ഈ 1/2 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എനിക്ക് 1 എന്ന് എഴുതാമല്ലോ. അപ്പോൾ എന്ത് വരും? 0 to π/2 log sin x dx. സത്യം പറഞ്ഞത് എന്താ, നമ്മൾ തുടങ്ങിയോടത്ത് എത്തിയില്ലേ? ഇതല്ലേ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഇതാണ് ഞാൻ സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞത്. ഞാൻ ഈ I1 ചെയ്തല്ലോ, I1 ചെയ്ത് എനിക്ക് കിട്ടിയത് എന്താ? I തന്നെയാണ്. ഓക്കെ, അതായത് ഞാൻ I1 ആയിട്ട് എടുത്തത് 0 to π/2 log sin 2x dx ആണ്. അത് ചെയ്തിട്ട് എനിക്ക് എന്ത് കിട്ടി? 0 to π/2 log sin x dx ആണ്. ഇത് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ഞാനൊന്ന് നോക്കി നോക്കട്ടെ. എന്തായാലും log sin 2x dxനെ 0 to π/2 വരെ ചെയ്താലും log sin x dxന് 0 to π/2 വരെ ചെയ്താലും സെയിം ആണ്. പറഞ്ഞാൽ മാറിയിട്ടില്ല എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ഇതെന്ത് കിട്ടി? കറങ്ങി തിരിഞ്ഞ് I തന്നെ കിട്ടി. I1 ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? I കിട്ടി. ഇനി I2 ചെയ്ത് നോക്കാം. I2 പിന്നെ സിമ്പിളാണ്. I2 കാര്യമായിട്ടൊന്നുമില്ല. 0 to π/2 log 2 dx അല്ലേ നമ്മൾ I2 ആയിട്ട് എടുത്തത്, ഇതിനല്ലേ I2 ആയിട്ട് എടുത്തത്. അപ്പോൾ അത് ചെയ്ത് നോക്കാം. log 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു നമ്പറാണ്, അല്ലാതെ 1/2 അതൊന്നും കൊടുക്കരുത് കേട്ടോ. log x ആണല്ലോ ഇത്. വെറും log 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ അടിച്ചാൽ കിട്ടുന്ന വെറും ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കാം. 0 to π/2 dx പറഞ്ഞാൽ 1 dx ആണ്. 1ൻ്റെ ഇൻ്റഗ്രൽ എന്താ? x. ഇപ്പോൾ log 2 ഇൻറ്റു x ആണ് ഇൻ്റഗ്രൽ കിട്ടിയത്. 0 മുതൽ π/2 വരെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഒക്കെ നമുക്കറിയാം. അപ്പോൾ log 2 ഇൻറ്റു ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്തു π/2 മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്തു 0, π/2 log 2 എന്ന് വരും. അപ്പോൾ എന്തായി? I1ഉം I2ഉം കിട്ടി നമുക്ക്. I1 ആൻഡ് I2 സ്റ്റാർ എന്ന ഇക്വേഷന് ഒരു പേരൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. സ്റ്റാർ എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2a = I1 - I2 നമ്മൾ നിർത്തിയത്. അപ്പോൾ 2a = I1 ആയിട്ട് എനിക്ക് കിട്ടിയത് I ആണ്, മൈനസ് I2 ആയിട്ട് കിട്ടിയത് എനിക്ക് π/2 log 2 ആണ്. ഓക്കെ, അപ്പോൾ ഒരു 2i = I എന്നുള്ള ഫോമാറ്റിൽ വന്നു. ഐനെ അങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ -i ആവും. അപ്പോൾ 2i - i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I തന്നെ. സോ I = -π/2 log 2. ഇതാണ് ഫൈനൽ ആൻസർ. ലെങ്തിയാണ് അറിയാം, പക്ഷേ ഇതൊക്കെ ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻ്റഗ്രേഷനിൽ അത്രയും പ്രോ ആയിട്ടുണ്ടാവും.